ക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡുകളെ കുറിച്ച് സംസാരിക്കാനാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ എൻ്റെ വരാനിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ചന്ദ്രമതി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പുറത്തു പോകാനായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവി വന്ന് ചോദിക്കുകയാണ്, ചന്ദ്രേ, നീ ഈ രാവിലെ തന്നെ എങ്ങോട്ട് പോവുക? ആ രവിയേട്ടാ, ഞാനത് പറയാൻ മറന്നതാ. രവിയേട്ടന് എൻ്റെ ഒരു ഫ്രണ്ട് സുഷമയെ അറിയില്ലേ? നമ്മളൊരു തവണ അവളുടെ വീട് കാണാൻ കൊച്ചിയിൽ പോയതൊക്കെ ഓർമ്മയില്ലേ? അവളെ വലിയ പണക്കാരിയാ. അവളുടെ 4ാമത്തെ വീടാണ് കൊച്ചിയിലുള്ളത്. ആ ഹൗസ് വാമിങ്ങിന് ഞാനും ചന്ദ്രേട്ടനും കൂടിയല്ലേ പോയത്? ഇപ്പോൾ ഓർമ്മയില്ലേ? ആ, അതായിരുന്നോ? ആ, അവളെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്കിപ്പോഴേ വീട്ടിലിരുന്നാൽ തന്നെ കോടികൾ സമ്പാദിക്കാൻ കഴിയും. അതുകൊണ്ട് അവർ അവിടെ നിന്നെല്ലാം മതിയാക്കി നാട്ടിലേക്ക് വന്നിരിക്കുക. അവളെ ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രവി പറയണേ, ഓ, അവർ വരുന്നോണ്ടാണോ നീ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്? അവളെ നല്ല വിലമതിപ്പുള്ള സാരി എടുത്തിട്ടാണ് വരിക. അപ്പോൾ പിന്നെ ഞാൻ മോശമാവാൻ പാടില്ലല്ലോ. ഇതേ വർഷമോളുടെ അമ്മ വാങ്ങിത്തന്ന സാരിയാണ്. 25,000 രൂപയുടെ സാരിയാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട് രവിയേട്ടാ, കൊള്ളാമോ? അവരുടെ നാണം മറയ്ക്കാനാണ് വസ്ത്രം ഇടുന്നത്, അല്ലാതെ പൊങ്ങച്ചം കാണിക്കാനല്ല. എന്തു പറഞ്ഞാലും രവിയേട്ടന് ഓരോന്ന് പറയാനുണ്ടായിരിക്കും. എന്നെങ്കിലും രവിയേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ നീ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോകുന്നത്? അപ്പോൾ ചന്ദ്ര പറയുകയാണ്, ആ, അത് പറയാൻ ഞാൻ മറന്നു. ഇന്നലെ സുഷമ എന്നെ വിളിച്ചിരുന്നു. അവളെ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ ബ്യൂട്ടി പാർലറിൽ പോയാലേ ഒരുപാട് കാശ് വാരി വിതറും. അത് നമ്മുടെ ബ്യൂട്ടി പാർലർ കിട്ടിയാൽ നല്ലതല്ലേ? ശ്രുതിമോൾക്കാണെങ്കിൽ അത് വലിയ സന്തോഷമാവും. സുഷമ മാത്രമല്ല, അവളുടെ 3 മരുമക്കളും വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാശ് കിട്ടും. അപ്പോൾ രവി വിചാരിക്കുന്നുണ്ട്, ഇവൾ ഇത്രയും അധികാരത്തോടെ പോയിട്ട് ഇനി സത്യങ്ങളെല്ലാം അറിയുമ്പോൾ എന്താവും അവസ്ഥ എന്ന്. അപ്പോൾ തന്നെ പുറത്തുനിന്ന് കോണിംഗ് ബെല്ല് കേൾക്കുകയാണ്. കോണിംഗ് ബെല്ല് കേട്ടതും ചന്ദ്ര വേഗം തന്നെ രേവതിയുടെ അടുത്ത് പറയുകയാണ്, രേവതി, ഇനി വേഗം തന്നെ ജ്യൂസ് എടുത്ത് വെക്കിട്ടോ എന്ന് പറഞ്ഞ് ഡോറ് തുറക്കാൻ വേണ്ടി ഓടുകയാണ്. ഡോറ് തുറന്നിട്ട് നോക്കുമ്പോൾ സുഷമ വന്നിട്ടുണ്ട്. എന്നിട്ട് ചന്ദ്ര പറയുകയാണ്, ആ സുഷമേ, കയറി വാ, ഞങ്ങളിപ്പോൾ നിൻ്റെ കാര്യം പറഞ്ഞ് നാവ് വായിലിട്ടതേ ഉള്ളൂ. അപ്പോൾ സുഷമ ചോദിക്കുന്നുണ്ട്, എന്താ എന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്? ഞാൻ രാവിലെ തന്നെ റെഡിയായി നിൽക്കുന്നത് ഏട്ടൻ ചോദിക്കുകയാണ്, നീ ഈ രാവിലെ തന്നെ എങ്ങോട്ട് പോവാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സുഷമ വരുന്നുണ്ട്, അവൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്, നമ്മുടെ ബ്യൂട്ടി പാർലറിലേക്കല്ലേ പോകുന്നത്, അപ്പം ഞാനും കൂടി പോവാമെന്ന് വിചാരിച്ചു എന്ന് പറയുമായിരുന്നു. ആ, അത് പറഞ്ഞപ്പോഴാണ് വരുന്ന വഴിക്ക് നിങ്ങൾ പാർലറിനെ കുറിച്ച് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു. നല്ല പാർലറാണ്, നല്ല സർവീസാണ് അവിടെ എന്നാണ് അയാൾ പറഞ്ഞത്. സർവീസൊക്കെ നന്നാവാതിരിക്കുമോ? എൻ്റെ മരുമകൾ അവിടെ 1000 എണ്ണി കൊടുത്താ സ്റ്റാഫുകളെ വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം തന്നെ സ്റ്റാഫുകളെയെല്ലാം അവൾ ചീത്ത പറയും. ആ, എന്തായാലും നീ ഇപ്പോൾ വലിയ കോടീശ്വരി ആയല്ലോ. പണ്ട് മുതലേ നിനക്ക് വലിയ കോടീശ്വരി ആവണം തന്നെ ആയിരുന്നില്ലേ ആഗ്രഹം? അതും അങ്ങനെ പറയാണ് സുഷമ. എന്നിട്ട് രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സുഷമ ഇപ്പോൾ എവിടെയാ? അപ്പോൾ സുഷമ പറയുന്നുണ്ട്, ഞങ്ങൾ ഗൾഫിൽ തന്നെയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഗൾഫിലോട്ട് തന്നെ പോവും. മക്കളൊക്കെ അവിടെയാണല്ലോ. ഇനി അവർ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, അതെന്തേ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ? അപ്പോൾ സുഷമ പറയുകയാണ്, മരുമക്കളുടെ അച്ഛനും അമ്മയും എല്ലാം നാട്ടിലല്ലേ, അപ്പോൾ പിന്നെ അവരെ കാണെങ്കിലൊക്കെ നാട്ടിൽ നിന്നാലല്ലേ പറ്റൂ. എടി രേവതി, വേഗം ആവട്ടെ. അപ്പോൾ രേവതി, ദാ വരുന്നമ്മേ എന്ന് പറഞ്ഞ് ജ്യൂസും കൊണ്ട് വരികയാണ്. അപ്പോൾ സുഷമ ചോദിക്കുകയാണ്, ഇതാരാ, സെർവൻ്റാണോ എന്ന്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, ആ, ഇവളിവിടുത്തെ സെർവൻ്റായി വരും. അപ്പോൾ രവിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വരികയാണ്. രവി പറയുകയാണ്, ചന്ദ്രേ, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എന്നിട്ട് രവി പറയുന്നുണ്ട്, മോൾ ഇവിടുത്തെ സെർവൻ്റ് ഒന്നും അല്ല, എൻ്റെ മരുമകളാ, സച്ചിയുടെ ഭാര്യ. അയ്യോ, ഇത് സച്ചിയുടെ ഭാര്യയാണോ? എന്താ ചന്ദ്ര ഇത്? നിൻ്റെ മകൻ്റെ ഭാര്യയല്ലേ, എന്നിട്ട് സെർവൻ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ നീ അതേന്ന് പറഞ്ഞതെന്താ? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇവളെനിക്ക് സെർവൻറ്റിനെ പോലെ തന്നെയാണ്, കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കരുത്. അപ്പോൾ സുഷമ പറയുന്നുണ്ട്, ഓ, നിൻ്റെ സ്വഭാവത്തിനൊന്നും ഇനിയും ഒരു മാറ്റം വന്നിട്ടില്ലല്ലേ?
എന്നിട്ട് രേവതിയോട് സുഷമ ചോദിക്കുകയാണ്, മോളിപ്പോൾ എന്ത് ചെയ്യുക, വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ചന്ദ്ര പറയാണ്, അവൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കളക്ടർ ഉദ്യോഗം. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നിട്ട് രവി പറയാണ്, മോൾക്കൊരു പൂക്കടയുണ്ട്, ഇപ്പോൾ നല്ല ബിസിനസ്സാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, സുഷമി നീ വരുന്ന വഴിക്ക് കണ്ടില്ലേ ഒരു കുഞ്ഞു റൂമിൽ കുറച്ച് പൂക്കളൊക്കെ വിതറിയിട്ട്? അപ്പോൾ സുഷമ പറയാണ്, ആ കട മോളുടെയാണ്, അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടല്ലോ, മോൾക്ക് പൂക്കെട്ടലാണോ ജോലി? അപ്പോൾ രേവതി പറയാണ്, അതെ ആൻറ്റി, എനിക്ക് പൂക്കെട്ടലാണ് ജോലി. അപ്പോൾ സുഷമ പറയാണ്, ഓരോരുത്തർക്ക് ഓരോരോ കഴിവുകളല്ലേ, അതെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. മോള് പൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമല്ലേ. ചന്ദ്രേ, നീ എന്തിനാ അതിന് മോളെ കളിയാക്കുന്നത്? അപ്പോൾ രവി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ സുഷമി, നിൻ്റെ ഇളയ മകൻ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞു. അപ്പോൾ സുഷമ പറയുന്നുണ്ട്, അത് പെട്ടെന്നുള്ള കല്യാണമായിരുന്നു, അവരുടെ ലവ് മാരേജാണ്. അപ്പോൾ കല്യാണമൊന്നും വലിയ ഗംഭീരമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നാട്ടിൽ വന്നിട്ടൊരു ഫങ്ഷൻ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട്, എന്നിട്ട് വേണം ഒരു ഫങ്ഷൻ വയ്ക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം. അപ്പോൾ എടുത്ത വഴിക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മരുമകൾ എങ്ങനെ കോടീശ്വരി ആവും അല്ലേ? അപ്പോൾ സുഷമ പറയുന്നുണ്ട്, കോടീശ്വരി ഒന്നും അല്ല എൻ്റെ ഒരു തയ്യൽക്കാരൻ്റെ മകളാണ്. ചിലപ്പോൾ ചന്ദ്ര രവിയേട്ടൻ അറിയുന്നുണ്ടാവും. സെൻറ്ററിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളില്ലേ, അദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യേ, ആ തയ്യൽക്കാരൻ്റെ മകളോ? അപ്പോൾ സുഷമ പറയുന്നുണ്ട്, അതിനെന്താ, എൻ്റെ 3 മരുമക്കളും പാവപ്പെട്ടവർ തന്നെയാണ്, അതിനിപ്പോൾ എന്താ? അപ്പോൾ രവി പറയുന്നുണ്ട്, മരുമക്കളെ വെച്ച് കോടീശ്വരി ആവാൻ നടക്കുന്നവളാ ഇവൾക്കുണ്ടോ അതും വല്ലതും മനസ്സിലാവുന്നു? ഇവളുടെ സ്വഭാവം അങ്ങനെയല്ലേ, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രവിയേട്ടാ, ഞങ്ങൾ ഇറങ്ങുക. മോളെ എന്നാ ഇറങ്ങട്ടെ? ചന്ദ്രി വാ, നമുക്ക് പോവാം. നിൻ്റെ മറ്റു മക്കളും എല്ലാം ജോലിക്ക് പോയിട്ടുണ്ടാവുമല്ലേ? എല്ലാവരും കാണാമെന്ന് വിചാരിച്ചാൽ രാവിലെ തന്നെ വന്ന്. ഇനി കുഴപ്പമില്ല, ഇനി പിന്നെ ഒരു ദിവസം ആവാം എന്ന് പറഞ്ഞ് സുഷമയും ചന്ദ്രയും കൂടി വീട്ടിൽ നിന്ന് പോവാണ്. അവർ പോയതും രവിക്ക് ഒരു നെഞ്ചുവേദന പോലെ വരികയാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണോ? അപ്പോൾ രവി പറയുകയാണ്, ഇല്ല മോളെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ കടയിലേക്ക് ചെല്ല്, അവിടെ നല്ല തിരക്കാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രവതി പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ പോകുന്നില്ല, അച്ഛന് വയ്യാത്തതല്ലേ. അപ്പോൾ രവി പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ഞാൻ വിളിക്കാം, മോള് പൊക്കോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നാൽ ഭക്ഷണം എല്ലാം എടുത്ത് കഴിക്കണം അച്ഛാ, ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞിട്ട് രേവതി പോവുകയാണ്. അതിനുശേഷം ചന്ദ്രമതിയും സുഷമയും കൂടി ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ്. ബ്യൂട്ടി പാർലറിൽ എത്തി അവർ കടയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ സുഷമ പറയുന്നുണ്ട് ചന്ദ്രമതിയുടെ അടുത്ത്, എൻ്റെ പേരിലല്ലേ ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുന്നത്, എനിക്കതൊക്കെ ഒന്ന് കാണണം എന്ന്. എന്നാൽ നീ വാ, നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി ഇവർ വരുന്നത് കാണുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് ഓടി ചെന്ന് പറയാണ്, ശ്രുതി, നിൻ്റെ അമ്മായിയമ്മ വരുന്നുണ്ട്, കൂടെ വേറെ ആരോ ഉണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ പറഞ്ഞതാണ്, അഥവാ വരികയാണെങ്കിൽ വിളിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞതാണ്, അവർ വിളിക്കും കൂടി ചെയ്യാതെയാണല്ലോ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, ഇനി എന്താ ചെയ്യുക, ഇത് നിൻ്റെ പാർലറാണെന്ന് വിചാരിച്ചല്ലേ നിൻ്റെ അമ്മായിയമ്മ ഇരിക്കുന്നത്, അപ്പോൾ ഇനി ഇത് നിൻ്റെതല്ലെന്ന് അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഞാൻ എന്താ ചെയ്യുക, ഇപ്പം മാഡം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യും, അമ്മേനെ എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്നൊന്ന് പറഞ്ഞയക്കി എന്ന് പറയുകയാണ്. അപ്പോൾ കൂട്ടുകാർ പറയുകയാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞയക്കാനാ, എനിക്ക് പേടിയാണ് എൻ്റെ അമ്മായിയമ്മ അടുത്ത് സംസാരിക്കാൻ, ഞാൻ എങ്ങനെ പറഞ്ഞയക്കാനാ എന്ന് പറയുമ്പോൾ, നീ എങ്ങനെയും എന്നെ സഹായിച്ചേ പറ്റൂ, ഞാനിവിടെ ഒളിച്ചു നിൽക്കാം എന്ന് പറയുകയാണ് ശ്രുതി. എന്നിട്ട് ചന്ദ്രമതിയും സുഷമയും കൂടി ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സുഷമ ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ പേരല്ലല്ലോ ഇവിടെ എഴുതിയിട്ടുള്ളത്, ഗ്രീൻലാൻഡോ, ഇതെന്താ നിൻ്റെ പേരല്ലല്ലോ ഇവിടെ എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, എൻ്റെ പേര് തന്നെ ആയിരുന്നു ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുഷമ പറയുകയാണ്, നിൻ്റെ മരുമകൾ എന്താ നിന്നോട് പറയാതെ തന്നെ കടയുടെ പേരൊക്കെ മാറ്റിയോ? അവൾ അങ്ങനെ മാറ്റമൊന്നുമില്ല, ഇതെന്താ സംഭവം, നമുക്ക് ശ്രുതിയോട് തന്നെ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെല്ലാണ്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ ചോദിക്കുകയാണ്, എന്താ, ആരിത്, ആൻറ്റിയോ, ആൻറ്റി എന്താ പെട്ടെന്ന് ഇവിടെ
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, ഇത് എൻ്റെ കൂട്ടുകാരിയാണ്, ഇവർക്ക് കുറച്ച് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് വന്നതാ. എവിടെ ശ്രുതിമോൾ എവിടെ? അയ്യോ ആൻറ്റി, ശ്രുതി പുറത്തു പോയിരിക്കുകയാണ്. പുറത്തു പോയോ? അത് കുഴപ്പമില്ല, തൽക്കാലം മോൾ ഇവക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്ക്. അല്ല മോളെ, ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ എവിടെ പോയി? ആരും കാണുന്നില്ലല്ലോ. അത് സ്റ്റാഫുകൾക്ക് ശ്രുതി ഇന്ന് ലീവ് കൊടുത്തിരിക്കുക. അതിന് ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാവർക്കും ഒരുമിച്ച് ലീവ് കൊടുത്തോ? അങ്ങനെയല്ല, ഇന്ന് അവരുടെയൊക്കെ ഒരു കൂട്ടുകാരിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ലീവ് കൊടുക്കേണ്ടി വന്നു. എല്ലാവർക്കും പോകേണ്ട കല്യാണം ആവുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ലീവ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇനി ഇവിടെ സ്റ്റാഫുകളൊന്നും ഇല്ലേ ചെയ്തു കൊടുക്കാൻ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ കൂട്ടുകാർ പറയുകയാണ്, ഇവിടെ 1-2 പേരുണ്ട്, അത് കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തു കൊടുത്തോണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് അവിടെയുള്ളൊരു സ്റ്റാഫായിട്ടുള്ളൊരു നേപ്പാളിക്കുട്ടി വന്ന് ചോദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, നിൻ്റെ കൈയൊന്ന് കാണിച്ച്, നല്ല വൃത്തിയാക്കിയിട്ടില്ലേ? പക്ഷേ ആ കുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ചന്ദ്ര പറയുന്നത്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയാണ്, അവരുടെ കൈയൊക്കെ നമ്മളെക്കാൾ നന്നായി വൃത്തിയായിട്ടാവും ഇരിക്കുന്നത്. അപ്പോഴാണ് വേറൊരു സ്റ്റാഫ് അപ്പുറത്തു കൂടെ പോകുന്നത് കാണുമ്പോൾ ചന്ദ്രമതി പറയുകയാണ്, അതെ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ല നിനക്കൊന്നും ശമ്പളം തരുന്നത്, നേരെ വണ്ണം പണിയെടുക്ക് എന്ന് പറയാണ്. നിനക്കൊക്കെ മാസത്തിൽ 10-30,000 രൂപ എണ്ണി തരുന്നില്ലേ എൻ്റെ മരുമകൾ എന്ന് പറയുകയാണ് ചന്ദ്ര. ഈ ബ്യൂട്ടി പാർലർ ചന്ദ്രയുടെ ആണെന്നുള്ള അവകാശത്തോടെ എല്ലാവരും ശാസിക്കുകയാണ് ചന്ദ്ര. ഇതെല്ലാം കേൾക്കുമ്പോൾ സുഷമ പറയുകയാണ്, എൻ്റെ ചന്ദ്രയെ ഒന്നും മിണ്ടാതിരിക്കുക, ഇങ്ങനെ എല്ലാവരെയും വഴക്കിടുന്നത് എന്തിനാ നീ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയുകയാണ്. ആ സമയത്ത് ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ്, മാഡം എന്തൊക്കെ കാര്യങ്ങളാണ് മാഡത്തിന് ചെയ്യേണ്ടത്? അപ്പോൾ സുഷമ പറയുന്നുണ്ട്, എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം, ഒന്ന് ഹെയർ സ്മൂത്തനിങ് ചെയ്യണം, പിന്നെ നെയിലൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, എന്നാൽ മാഡം ഇരിക്കൂ. എന്നിട്ട് ശ്രുതിയുടെ കൂട്ടുകാരി കോസ്മെറ്റിക്സും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചന്ദ്ര പുറകെ ചെന്ന് ചോദിക്കുകയാണ്, അതെ, സുഷമ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എത്ര രൂപ ആവും ഏകദേശം? അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, അത് ഏകദേശം ഒരു 10-30,000 രൂപ വരും, ഇനി അതിനേക്കാൾ കൂടിയാലേ ഉള്ളൂ. അതിൽ ചന്ദ്ര പറയുന്നുണ്ട്, 10-30,000 രൂപയാണോ ഇവൾ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ ഈ പാർലറിൽ ചിലവാക്കി കളയുന്നത്? അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, അതങ്ങനെയല്ല ആൻറ്റി, ഇതിന് അത്യാവശ്യം പണിയുണ്ട്, കോസ്മെറ്റിക്സിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. അപ്പോഴാണ് ബ്യൂട്ടി പാർലറിൻ്റെ ഓണറായിട്ടുള്ള സുജ മേഡം വരുന്നത്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയാണ്, അയ്യോ സുജ മേഡം വരുന്നുണ്ടല്ലോ, എനിക്ക് ആകെ പേടിയാവുന്നു, ആൻറ്റി ഇനി എന്തെങ്കിലും സുജ മേഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊളിയുമല്ലോ എന്ന് പറയാണ്. സുജ മേഡം വന്നതും ചന്ദ്രമതിയുടെ അടുത്ത് ഒന്ന് ചിരിക്കുന്നോ മൈൻഡ് ചെയ്യുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത്. അത് ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, ഇവർക്കൊക്കെ പണമുള്ളതിൻ്റെ അഹങ്കാരമാണ്, എൻ്റെ മോളുടെ കടയാണ് ഇത്, അത് വല്ലതും ഇവർക്ക് അറിയോ? അഹങ്കാരി. അവളെ അടുത്ത് പറയണം, ഈ പെണ്ണിന് പ്രത്യേകിച്ചൊന്നും ചെയ്തു കൊടുക്കണ്ട, നേരെ ചെയ്തു കൊടുക്കണ്ട എന്ന്. എന്താ എന്നെ കണ്ടിട്ടൊന്ന് മെയിൻ ചെയ്യാൻ പോലും അവൾക്ക് പറ്റിയിട്ടില്ല. എന്താ ഒന്നില്ലെങ്കിലും എൻ്റെ പേരിലല്ലേ ഈ ബ്യൂട്ടി പാർലർ ഉള്ളത്, അത് വല്ലതും ഇവൾക്കറിയോ? എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോളെ ശ്രുതി വരാറായോ? അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, കുറച്ച് സമയം കൂടി പിടിക്കും ശ്രുതി വരാൻ. ആണോ? മോളെ വിളിച്ചിട്ട് ഫോണാണെങ്കിൽ എടുക്കുന്നുമില്ല. പിന്നെ മോളെ, ഇപ്പോൾ പോയില്ലേ ഒരു സ്ത്രീ, ഒരഹങ്കാരി, അവൾക്ക് വല്ലാതൊന്നും ചെയ്തു കൊടുക്കണ്ട, കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. അവൾക്ക് ഭയങ്കര ഗമ, എന്നെ കണ്ടിട്ടൊന്ന് ചിരിച്ചതുപോലും ഇല്ല. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ മേഡത്തെക്കുറിച്ചാണല്ലോ ഇവർ പറയുന്നത്, ഇനി മേഡത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും കയറി പറയോ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് പറയുകയാണ്, അത് സാരമില്ല ആൻറ്റി, അത് ഞാൻ നോക്കിക്കോളാം, ആൻറ്റി ടെൻഷൻ അടിക്കണ്ട. എന്നാൽ അവർക്ക് അങ്ങനെ അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കണ്ട എന്ന് പറയുന്നത് ആ മാഡം കേൾക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കി ശ്രുതിയുടെ കൂട്ടുകാരുടെ അടുത്ത് ആ ഓണോട് ചോദിക്കുകയാണ്, എന്താ ഇവരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതാണോ? അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, അല്ല ഇവർക്കല്ല, ഇവരുടെ ഒരു കൂട്ടുകാരിക്കാണ് ചെയ്യേണ്ടത്, അതാ അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ശ്രുതിയുടെ കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ എനിക്കും സുഷമയ്ക്കും വല്ലാതെ ദാഹിക്കുന്നുണ്ട്, 2 ഗ്ലാസ് ജ്യൂസ് കിട്ടുമോ?
ഇവിടുന്ന് കിട്ടില്ലേ? ഇവിടുന്ന് വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം ജ്യൂസ് കൊടുക്കാറുള്ളതല്ലേ ശ്രുതി മോള്? അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, അയ്യോ ആൻറ്റി, അതിനിവിടെ വേറെ സ്റ്റാഫുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതിനെന്താ മോളെ, ഇത് നമ്മളുടെ പാർലറല്ലേ, ഞങ്ങൾ എടുത്ത് കുടിച്ചോളാം എന്ന്. ഇത് കേൾക്കുന്ന പാർലറിൻ്റെ ഓണർ പറയാണ്, എന്താ ഇവരുടെ പാർലറോ? എന്താ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം സ്വന്തം പാർലർ പോലെ കാണാനുള്ള അവകാശം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അത് മാഡം ശ്രുതിയുടെ ഒരു അടുത്ത ബന്ധുവാണ്, അത് കാരണമാണ്. അപ്പോൾ മാഡം പറയുന്നുണ്ട്, ഏത് ശ്രുതിയുടെ എത്ര അകന്ന ബന്ധുവാണെങ്കിലും എല്ലാവരെയും നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം. ഇത് കേൾക്കുന്ന ചന്ദ്രമതി പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ പാർലറാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തു നിന്ന് എടുക്കും, അതിന് ചോദിക്കാൻ നിങ്ങളാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ പറയുന്നുണ്ട്, നിങ്ങളുടെ പാർലറോ? ഇത് എൻ്റെ പാർലറാണ്, ഇതേ എൻ്റെ മരുമകളുടെ പാർലറാണ്. ഇതിൻ്റെ പേര് തന്നെ നോക്ക്, ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങളുടേതോ? ഇതിൻ്റെ പേര് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ ഒന്നൊന്നുമല്ല. പിന്നെ ശ്രുതി ഈ കടയുടെ ഓണറൊന്നുമല്ല. ശ്രുതിനെ ഞാൻ ഇവിടെ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന വെറും സ്റ്റാഫ് മാത്രമാണ്. ഇതെല്ലാം കേൾക്കുന്ന ശ്രുതിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ ഈ പാർലറിൻ്റെ ഓണർ പറയാണ്, നീ ഇപ്പോൾ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കുന്നോ അതോ ശ്രുതിയെ ഞാൻ ഇവിടുന്ന് പുറത്താക്കണോ? എവിടെ ശ്രുതി? ഞാൻ അവളോട് ചോദിച്ചോളാം, എവിടെ ശ്രുതി എന്ന് ചോദിക്കുകയാണ് ഓണർ. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, മാഡം അവളൊന്ന് പുറത്ത് പോയതാ, അതിന് ഇത് ഡ്യൂട്ടി ടൈമല്ലേ, ഡ്യൂട്ടി ടൈമിൽ അവളോട് പുറത്ത് പോകാൻ ആരാ പറഞ്ഞത്, അതിനാരാ അവൾക്ക് അവകാശം കൊടുത്തത് എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ചന്ദ്രമതി. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്തൊക്കെ ഇവർ പറയുന്നത്, ഇത് ശ്രുതിമോളുടെ അല്ലേ ഈ ബ്യൂട്ടി പാർലർ, ഇത് എൻ്റെ പേരിലുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ്, അത് ആൻറ്റി, ശ്രുതി ഈ പാർലർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശ്രുതിക്ക് ഇവർക്ക് കൊടുക്കേണ്ടി വന്നു. ഇത് കേട്ടതും ചന്ദ്ര ആകെ ഷോക്കായി പോവാണ്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ ഇനി ചന്ദ്ര എങ്ങനെയാണ് ശ്രുതിയുടെ അടുത്ത് പ്രതികരിക്കാൻ പോകുന്നത്, എന്താവും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം അല്ലേ? ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിലേ ഇനി വരുന്ന വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയൂ. താങ്ക് യു.